വെൽക്കം ടു ലേസി ലേഡി ലോസ്. ഇത് വയനാട് ട്രിപ്പിൻ്റെ ഒരു വ്ളോഗാണ്. ഞാൻ കുറേ ദിവസമായിട്ട് ഇടണമെന്ന് ആഗ്രഹിക്കുന്നു, ബട്ട് എനിക്കെന്തോ മടി കാരണം ഇടാൻ തോന്നാറില്ല. നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പോയതിൻ്റെ വീഡിയോസാണിത്. വയനാട് വൈൽഡ് ലൈഫ്സിലേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലൈമറ്റായിരുന്നു നമ്മൾ പോയ സമയത്ത്. ചെറുതായിട്ട് നമ്മൾ ഈ ചുരം കയറുന്ന സമയത്ത് ചെറുതായിട്ട് മാത്രമേ കോട ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് ചെവി അടഞ്ഞിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത്യാവശ്യം കോട ഉണ്ടായിരുന്നു. ഇതൊരു വ്യൂ പോയിൻ്റാണ്. നമുക്കിവിടെ നിന്ന് താഴെ ഉള്ള സ്ഥലങ്ങൾ വ്യക്തമായിട്ട് കാണാറുണ്ട്. അതായത് ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നേരെ കാണാറുണ്ട്. പിന്നെ അവിടെ ഒരു സ്മാർട്ട് സിറ്റി ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് സൈഡിലൊക്കെ കുറേ മങ്കീസ് ഉണ്ടായിരുന്നു. അതിനെ എടുക്കാൻ വേണ്ടി നമ്മൾ വീഡിയോ എടുക്കുന്നത്. ക്ലാരിറ്റി കറക്റ്റായിട്ട് കിട്ടിയില്ല. ആക്ച്വലി മങ്കീസിന് ഫുഡ് കൊടുക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് സ്വയം ഭക്ഷണം കണ്ടെത്തി കഴിക്കാനുള്ള ആ ഒരു എബിലിറ്റി പോകുന്നത് അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ എഴുതി വെച്ചത്. അറ്റ് ഫൈനലി നമ്മൾ ചുരം കയറി വയനാട് എത്തി. അവിടെ കയറി ആദ്യം കാണുന്ന ലെഫ്റ്റ് സൈഡിലെ ഹോട്ടലിൽ നമ്മൾ ഫുഡ് വെച്ചിട്ടുണ്ട്. അതൊരു വെജ് റെസ്റ്റോറൻ്റ് ആയിട്ടായിരുന്നു. ഡിന്നർ റൈസാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മിനിറ്റായിരുന്നു. ആൻഡ് നമ്മൾ ഒരു ടീ പൊടി ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മസാലയാണ്, ടീ പൊടി മസാല ദോശ. അത് അടിപൊളിയായിരുന്നു. പിന്നെയും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താൻ വേണ്ടി കുറേ യാത്ര ചെയ്യേണ്ടതായിരുന്നു. സോ നമ്മൾ റോഡ് ട്രിപ്പ് എൻജോയ് ചെയ്യുന്നവരാണെന്ന് വെച്ചാൽ എന്തായാലും പോകണം. ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതൊരു മുളയരി പായസത്തിൻ്റെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ ആ സ്ഥലത്തെത്താനുള്ള റോഡ്. ഇത് മഡ് റോഡാണ്. മഡ് റേസിന് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ ബൈക്ക് എടുത്ത് വരുമ്പോൾ അടിപൊളിയാണ്. കുറേ കണക്ഷൻ റോഡ്സ് ഉണ്ട്. നമുക്ക് ഡയറക്ഷനൊന്നും കറക്റ്റ് അല്ലായിരുന്നു. പിന്നെ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് സ്ഥലത്തേക്കുള്ള വഴി അറിയില്ല. നമുക്കവിടെ എത്തിയ വഴി അവർ സ്നാക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. സ്നാക്സും ചായയും. ഇതാണ് നമ്മൾ പോകുന്ന വൈൽഡ് വൈബ്സ്. ഇവിടെ കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് തോന്നുന്നു. കാണാൻ നന്നായിട്ടുണ്ട്. അവരുടേതായ ഡിസൈൻസ്, ഐഡിയാസ്, എ ഫ്രണ്ട്സ്, മഡ് ഹൗസസ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടേതായ ആർട്ട് ഗാലറി ഉണ്ട്. അത് നന്നായിട്ടുണ്ട്. ഇവിടെ ക്രിയേറ്റിവിറ്റീസൊക്കെ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. വാഗൺ ഹൗസ്, ട്രീ ഹൗസ്. ഇത് നമ്മുടെ എവിടെയെങ്കിലും മുകളിൽ നോക്കിയുള്ള വീടാണ്. ദാറ്റ് വാസ് അമേസിങ്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുക. ചെറിയൊരു ട്രെക്കിംഗ് വാക്കിംഗ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഈവനിങ് വാക്കിംഗ് അവിടെ പറഞ്ഞത്. നാളെ മോർണിംഗ് ആണ് നമുക്ക് വാക്കിംഗ് ഉള്ളത്, ട്രക്കിംഗ് ഉള്ളത്. അത് സൈറ്റ് സീയിങ് ആണ്. നമ്മളിവിടെ ഈ സ്ഥലത്ത് മാന് ഒരു ചെമ്മായൊക്കെ ഓടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇതൊരു അത്യാവശ്യം നല്ല കുളമല്ല, തോടെന്നൊക്കെ പറയും. ഇവിടെ നിറച്ച് മീനാണ്. കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അതായത് സ്റ്റുഡൻസ് കൊണ്ട് വന്നിട്ടുണ്ടാവും. ക്ലൈമറ്റും ആ സൗണ്ടൊക്കെ ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. ഐ റിയലി എൻജോയ് ദാറ്റ് ഡേ. ഇത് കണ്ടോ, കുഞ്ഞു കുഞ്ഞു മീനുകളാണ് നിറയുന്നുണ്ട്. ആൻഡ് നൈറ്റ് ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ തീ നേരെ പിടിച്ചില്ല. അതുകൊണ്ട് ക്യാമ്പ് ഫയർ കുറച്ചുകളായി. പുകയെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദിസ് വാസ് ദ നെക്സ്റ്റ് ഡേ മോർണിംഗ്. ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവിടുത്തെ ഗുഡ് ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും കാരണമാണോ എന്നറിയില്ല. 7-8 മണിയായാലും എണീക്കാത്ത ഞാൻ കുറച്ച് നേരത്തെ 6 മണിക്ക് എണീച്ചു. ആൻഡ് ദിസ് ഈസ് അവർ എ-ഫ്രെയിം ഹോം. ഇതിൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ സമയം നേരത്തെ എണീച്ചതുകൊണ്ടും
അവിടെ നല്ല സൺലൈറ്റ് ഉണ്ടായിരുന്നു. ഈ കുറച്ച് പിന്നെ ഇതാണ് കോടയാണത്. ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ നൈസായിട്ട് വാക്ക് ചെയ്ത് എൻജോയ് ചെയ്യാണ്. ക്യാമറ ഫോക്കസ്ഡ് അല്ല. അവിടെയൊക്കെ സ്റ്റേ ഉണ്ട് കേട്ടോ. ട്രീ ഹൗസ് ഉണ്ട്. യെസ്, ഇതിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. എഫ്രീം. ആൻഡ് ഇതാണ് മഡ് ഹൗസ് എന്ന് പറയുന്നത്. ഫുൾ മണ്ണോണ്ടുള്ള ചുമരും ഓല മേഞ്ഞതാണ് തോന്നുന്നു. ഇതിൻ്റെ താഴെ വേറെ ഇതേപോലെ പ്രോപ്പർട്ടി ഉണ്ട്. ആൻഡ് നമ്മളൊരു 7:30 ഒക്കെ ആയപ്പോഴേക്കും മോർണിംഗ് വാക്കിനുണ്ടായിരുന്നു. മോർണിംഗ് വാക്ക് ചെയ്തിരുന്ന സ്ഥലം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ശരിക്കും നമ്മുടെ ഇവിടെ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഉണ്ടോ അതോ ഞാൻ പോവാത്തതാണോ എന്ന് എനിക്കറിയില്ല. മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നടക്കാൻ ഒരുപാട് എനർജി ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ലേസിയാണ്. ഇത്ര ദൂരമൊക്കെ നടന്നു ആലോചിക്കുമ്പോൾ വാവും. ആൻഡ് ഇവിടെ ഫുൾ വലിയ വലിയ മരങ്ങളാണ്. ഈ സൈഡിൽ കൂടെയൊക്കെ മറ്റേ ജീപ്പ് പോകും കേട്ടോ. നമ്മുടെ നാട്ടുകാരെക്കാൾ കൂടുതൽ അവിടെ ഫോറിനേഴ്സാണ് ഉണ്ടായിരുന്നത്. നോൺ മലയാളീസ് ആയിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് ഒരു വാട്ടർഫോൾ കാണാനാണ്. അത്യാവശ്യം ചെറിയ തരത്തിലൊരു ട്രക്കിംഗ് തന്നെയായിരുന്നു. ഇതല്ലാതെ വേറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ക്യാമറയിൽ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് അഡ്വഞ്ചറായി ഫോൺ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ലല്ലോ. ഇവിടെ നല്ല അട്ട ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വന്ന ക്ലൈമറ്റ് നല്ലതായതുകൊണ്ടും മഴയില്ലാത്തതുകൊണ്ടും നമ്മുടെ അട്ട കടിക്കാതെ രക്ഷപ്പെട്ടു. നമ്മൾ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്താറായി. ഇവിടേക്ക് ഇതേപോലെ സ്റ്റേസ് ഉണ്ട് കേട്ടോ. ഇതേ കണ്ടു, ചെറുതായിട്ട് നമുക്ക് കാണാനുണ്ട്. യെസ്, ദാറ്റ്സ്. വേറെയും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ താഴെയായിട്ടാണ് വാട്ടർഫോൾ ഉള്ളത്. അത് നമ്മൾ വീഡിയോ എടുത്തില്ല, എക്സ്പീരിയൻസ് ചെയ്യാണ് ചെയ്തത്.